ഹലോ, നമസ്കാരം. നമ്മുടെ ഇതുപോലെ വെട്ട് കഷ്ണം അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ തയ്യൽക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള നല്ല വെട്ട് കഷ്ണങ്ങളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. തീരെ ചെറുതും അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ കളയാറുള്ളൂ. അല്ലാത്തത് പിന്നീട് എന്തെങ്കിലും ഉപയോഗത്തിന് പറ്റുമല്ലോ എന്ന് കരുതി ഞാനത് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഇങ്ങനെ വന്നായിരുന്നു, നെക്ക് പാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ ഇടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കരുതി ഏതായാലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ നെക്ക് പാച്ചസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ. ഞാൻ നേരത്തെ ഒക്കെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പീസ് 10, 60, 70 എണ്ണത്തൊക്കെ ഞാൻ ഓർഡർ കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യാറുള്ളത്. നൈറ്റിക്കൊക്കെ വെക്കാനായിട്ട്, കുർത്തിക്ക് വെക്കാൻ വേറെ നമ്മൾ ഓർഡർ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു നെക്ക് ഉണ്ടാക്കിയെടുക്കാം. വേസ്റ്റ് തുണിയാണ്. അതുപോലെ ക്യാൻവാസും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തൊന്നും നമ്മൾ കളയണ്ട. നമുക്ക് കഴുത്തിൻ്റെ ഭാഗം നമുക്കിങ്ങനെ വരച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു നെക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ വീതി വരുന്നത് 12 ഇഞ്ചാണ്, നീളം അത് 14 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 4 ഇഞ്ചും ഇറക്കം 7.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു പോയിൻ്റ് ഒരു അര ഇഞ്ചോളം മാറ്റി വെച്ചിട്ട് ഒരു കർവ് പോലെയാണ് കേട്ടോ കഴുത്തിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കാമെന്ന് കരുതി. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ ഒക്കെ എളുപ്പത്തിന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ കഴുത്ത് ഏത് രീതിയിൽ വേണേലും കഴുത്ത് തയ്ക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഭംഗി കൂടുതൽ കിട്ടുമല്ലോ എന്ന് കരുതി ഇങ്ങനെ വരച്ച് പുറത്തോട്ട് ഒരു അര ഇഞ്ച് മാറ്റി പോയിൻ്റ് കൊടുത്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ ഒരു 5.5 ഇഞ്ച് 6 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് താഴേക്ക് ഒന്ന് ചരിച്ച് അങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താഴെ ആ ഒരു കർവ് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ശരിക്കും മുകളിൽ നിന്ന് തന്നെ ആ സെയിം അളവിൽ ഇങ്ങ് വരുമ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം അതിപ്പോൾ ഏതൊരു നെക്കാണെന്നുണ്ടെങ്കിലും സ്ക്വയർ ആയാലും നമ്മൾ കുറച്ചൊന്ന് ഒതുക്കി താഴോട്ട് വരുമ്പോൾ ഒരു 1.5 ഇഞ്ചോളം കുറച്ചിട്ട് സ്ക്വയർ ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ ഞാൻ ഇതുപോലൊരു കർവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, റൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗം. പിന്നെ ഞാൻ 2 അടയാളങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ റൗണ്ടിൽ. പക്ഷെ അതിൽ ചെറുത് എനിക്ക് തോന്നി ചെറുത് വേണ്ട, കാരണം തീരെ ചെറുതായി പോകും. അപ്പോൾ കുറച്ചുകൂടി വലുത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അതായിരിക്കും ഭംഗി എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ വലുതാണ് കേട്ടോ, വലുതായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പ് വേണേലും നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്ക്വയറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണേലും നമുക്ക് വരച്ച് എടുക്കാൻ പറ്റും. നമുക്ക് വേണ്ടത് ക്യാൻവാസ് ഒരു 12 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ 14 ഇഞ്ച് എടുത്തേക്കണേ. നിങ്ങൾ ഹൈറ്റ് അനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരു 12.5 നോർമൽ ഹൈറ്റുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഒരു 12.5, ഒരു ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഒരു 12, 12.5 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം. കഴുത്തും കട്ട് ചെയ്തെടുത്തു. നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ കഴുത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കഴുത്ത്. അപ്പോൾ അതാ ഇങ്ങനെയുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അത് കറക്റ്റ് ആ യോക്ക് നമ്മുടെ കറക്റ്റ് ആ ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാം, ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ക്യാൻവാസിൻ്റെ ആ ഒരു മിനുസമുള്ള ഭാഗമുണ്ട്, ആ ഭാഗം ചേർത്ത് വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളൊരു അര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ചുറ്റിലുള്ള തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അര ഇഞ്ചോളം ഉള്ളിലുള്ള നമ്മൾ ആ ഷേപ്പ് വരച്ചെടുത്ത് അതും ഒന്ന് കറക്റ്റ് ചെയ്തതുപോലെ കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എങ്കിലാണ് ഒരു ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചാണ് അത് ഒട്ടിച്ച് വയ്ക്കണം. ആദ്യം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ബിഗിനേഴ്സിന് ഇങ്ങനെയൊക്കെ ചെയ്ത് തയ്ച്ച് വയ്ക്കുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
അപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് അവിടെ മറ്റേ ആ ഒരു ചുറ്റിലും ഇതുപോലെ തന്നെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഓരോന്നും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് ചേർത്ത് തയ്ച്ചു കൊടുക്കുക. ആർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് തന്നെ എൻ്റെ അടുത്ത് എപ്പോഴും പലരും ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇങ്ങനെ ഒരു ബ്ലൂ, നല്ല ഭംഗിയുണ്ട്, ബ്ലൂ ആണ് നൈറ്റി. ഞാൻ നൈറ്റിക്കാണ് കേട്ടോ ഈ ഒരു യോക്ക് വെച്ച് കൊടുക്കുന്നത്. കുർത്തിക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനത്തെയൊക്കെ നമ്മളൊരു വെറൈറ്റി മോഡൽ നമ്മൾ യോക്കൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നുള്ള എളുപ്പത്തിൽ. ഇനിയിപ്പോൾ 2 പീസ് തുണി, ഇപ്പം നമുക്ക് 2 കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉള്ള മെറ്റീരിയലിലാണ് നമ്മൾ ഈ യോക്ക് തയ്ച്ച് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കുർത്തി മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്ലെയിൻ വയ്ക്കുമായിരിക്കും ഭംഗി. അപ്പോൾ ഞാനിത് ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് കൊടുത്ത് അതിന് ചുറ്റും, അപ്പോൾ ബ്ലൂ ലേസ് എടുത്ത് വെച്ചു. പക്ഷേ ബ്ലൂ ഇതിൽ ശരിക്കും കുറച്ചുകൂടി ഭംഗി കൂടുതൽ വൈറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഉള്ളിൽ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻ നമ്മൾ ചെയ്താൽ മതി. ഇതിലിപ്പം നമുക്ക് പല ഡിസൈനും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തുടരെ നമുക്കിനി വേറെ ഡിസൈനുകളെല്ലാം പല പല മോഡലിൽ നമുക്ക് യോക്ക് പോർഷൻ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബ്ലൂ ആണോ അതോ വൈറ്റ് ആണോ ലേസ് ചേരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബ്ലൂ ആയിരുന്നു ഞാൻ ആദ്യം തയ്ക്കാനായിട്ട് വെച്ചത്. പക്ഷേ എനിക്ക് തോന്നി വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന്. അപ്പോൾ അതാ നമ്മളുടെ തയ്യലെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു യോക്ക് കിട്ടിയില്ലേ. നമുക്ക് പൈസ കൊടുത്താണ് ഞാൻ മിക്കവാറും വാങ്ങാറ്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നി, അങ്ങനെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതിയതാട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ 4 സൈഡും ഒന്ന് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഹോളിട്ട് കൊടുത്തിട്ടുള്ള ആ ഭാഗം ഒന്ന് ചേർത്ത് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറേ നെക്കുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു നെക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്കവാറും നൈറ്റികൾക്കൊക്കെ വെച്ച് കൊടുക്കുന്ന നെക്കാണ് കേട്ടോ. എനിക്ക് ഇതുപോലെ ഈ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ നെക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തിന് ഇറക്കം ഒട്ടും കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.